ഹലോ ഡിയേഴ്സ്, അപ്പോൾ അതേ രണ്ടാം ഉത്സവത്തിന് ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് വരി നിൽക്കുവാണേ. അപ്പോൾ ക്യൂവിൽ നിന്നപ്പോഴത്തേനും എൻ്റെ മക്കൾ അവിടെ കിടന്ന് തുള്ളിച്ചാടി കളിക്കുമായിരുന്നേ. രണ്ടുപേരും കൂടി നിൽക്കുവാണ്. അപ്പോഴത്തേനും ആൾക്കാരൊക്കെ പറഞ്ഞു കുഞ്ഞുങ്ങളുമായിട്ടൊന്നും നിൽക്കേണ്ട, അവിടെ ചെന്ന് ഫ്രണ്ടിൽ ചെന്നാൽ ചോറ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ കുട്ടികളുള്ളവർക്ക് പരിഗണന ഉണ്ടല്ലോ, അങ്ങനെ ചോറ് മേടിക്കാൻ നിൽക്കുവാണേ. അപ്പോൾ ചോറിന് കൂട്ടാൻ സാമ്പാറുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പിന്നെ രസം ഉണ്ടായിരുന്നു. അടിപൊളി ഊണായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആഹാരം എല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇവളുമാരുടെ ചോറ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുവാണ്. മിക്കവാറും അത് എനിക്ക് എൻ്റെ പണിയാവും, എൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോറെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പാത്രമെല്ലാം കഴുകി തിരിച്ച് അവിടെ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുവാണ്. ആലിൻ്റെ ചുവട്ടിൽ തന്നെ കുടിലിൻ്റെ തൊട്ട് സൈഡിൽ പായൊക്കെ വിരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുവാണ്. കാറ്റൊക്കെ കൊണ്ട് നല്ല രസമാണ് അവിടെ ഇങ്ങനെ ഇരിക്കാൻ, ഒരു സമാധാനമാണ് അവിടെ. പിന്നെ ദേ രണ്ടാം ദിവസം തന്നെ കളിപ്പാട്ടക്കടയൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ മക്കൾ രണ്ടുപേരും കരച്ചിലാണ്, കളിപ്പാട്ടം വേണം. ഉത്സവം തുടങ്ങി രണ്ടാമത്തെ ദിവസമേ ഉള്ളൂ. അപ്പോൾ 10 ദിവസം വരുമ്പോഴും ഓരോ കളിപ്പാട്ടം വെച്ചാകുമ്പോൾ എത്രയാവും എന്ന് ഓർത്തോണേ. അപ്പോൾ പറഞ്ഞ് ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ, അപ്പോൾ നമുക്ക് സമാധാനത്തോടെ മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ ആലെ കയറി നിന്നുകൊണ്ട് എൻ്റെ മക്കളും പിന്നെ എൻ്റെ ദേവുവിൻ്റെ കൂടെ തന്നെ അങ്ങനോട് പഠിക്കുന്ന അതിലൂട്ടനൊക്കെ ആയിട്ടിരുന്ന് കളിക്കുവാണ്. രണ്ടുപേരും കൂടി അവിടെ നിന്ന് മാവിൻ്റെ ഇല പറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. അത് നോക്കിക്കൊണ്ടൊരു കൊച്ചു കാന്താരി ആ ആലിൻ്റെ ചോട്ടിൽ നിൽപ്പുണ്ട്. അതിൻ്റെ പേരാണ് പൂമ്പാറ്റ. അങ്ങനെ അവരെല്ലാവരും കൂടി നിന്ന് കളിക്കുവാണ്. വേറെ ആൾക്കാരൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. അതായത് വെളുപ്പാങ്കാലത്ത് തന്നെ, അതായത് കുടിലിൽ കിടക്കുന്നവരൊക്കെ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിൽ അവിടെ തൊഴണമല്ലോ. അങ്ങനെ വെളുപ്പിനെ തന്നെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ എല്ലാവരും എഴുന്നേക്ക് തൊഴും. അതുകൊണ്ട് വലിയവരും കുഞ്ഞുങ്ങളും എല്ലാവരും കിടന്നുറങ്ങുവാണ്. അവിടെ ഉറക്കം കണ്ട എല്ലാവരും കിടന്നുറങ്ങുവാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇരിക്കാത്തത് കൊണ്ട് അവിടെ വന്നിങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും പായും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നതിന് ശേഷം പോകുവാണ്. കാര്യം ഇവളുമാർ രണ്ടും കൂടി സമ്മതിക്കുന്നില്ല. കളിപ്പാട്ടക്കട വന്നതുകൊണ്ട് കളിപ്പാട്ടം വേണമെന്ന് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ വിഷ്ണു ചേട്ടനെ വിളിച്ചപ്പോഴത്തേനും ചേട്ടൻ്റെ വണ്ടിയുമായിട്ട് വന്നു. അങ്ങനെ ഞാനും പിള്ളേരും കൂടി വണ്ടിയിലേക്ക് കയറി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കടയിലേക്ക് പാല് കൂടി എടുത്തിട്ട് പോകാമെന്ന്. അങ്ങനെ പാലെടുക്കാനായിട്ട് ഞങ്ങളിതേ പോകുവാണ്. ഈ മുമ്പിലിരിക്കുന്ന ആ സാധനം കിടന്ന് കരയുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? കളിപ്പാട്ടം വേണം എന്നുള്ള ഒറ്റ ബഹളത്തിൽ നിന്നുകൊണ്ട് കരയുവാണ്. അപ്പോൾ ഞങ്ങളിതേ ഹൈവേയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കടയിലോട്ട് പോകണം. സബിത ബേക്കറിയിൽ നിന്നാണ് ഞങ്ങൾ പാലെടുക്കുന്നത്. നമുക്കൊരു കൊച്ചു കടയുണ്ട്. അങ്ങനെ നമ്മൾ പാലൊക്കെ എടുത്തിട്ട് പിള്ളേരുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇളയാൾ ഉറങ്ങി. അങ്ങനെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ.